പൂരുരുട്ടാതി നക്ഷത്ര ജാതകരും അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ കാണുന്നതാണ് കൂടുതൽ ഉചിതം. കാര്യം പൂരുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ മേന്മകളും അവർക്ക് ഇപ്പം മേന്മകളില്ലെങ്കിൽ അതെങ്ങനെ മേന്മപ്പെടുത്തണം, നല്ലതിലേക്ക് വളരണം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിതിൽ സംസാരിക്കുന്നത്. അപ്പം പൂരുരുട്ടാതി നക്ഷത്രക്കാരെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർക്ക് അത് എത്ര ഉണ്ട് രസിക്കും. അവർ പറയും, ഓ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായമായിരിക്കും അതിൽ ഉരുത്തിരിയുക. അതുകൊണ്ട് തന്നെ പൂരുരുട്ടാതി നക്ഷത്ര ജാതകരും അവരുടെ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ കാണുന്നതാണ് ഏറെ ഉചിതം. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചും പൂരുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ചില മേന്മകളെക്കുറിച്ചും ചില ദോഷവശങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ആണ് തയ്യാർ ചെയ്തിരിക്കുന്നത്. ഇത് കേൾക്കേണ്ട ആവശ്യകത എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ ഒരു തലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. പലപ്പോഴും നമ്മുടെ പോസിറ്റീവുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ബലഹീനതകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇനി ജീവിതത്തിൽ എടുക്കേണ്ടത് എന്നുള്ള ഒരു പാഠമൊന്നും നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. കാണുന്നത് പോലെ അങ്ങ് ജീവിച്ചു പോകുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി. എന്നാൽ നമ്മുടെ നക്ഷത്രത്തിൽ നമ്മുടെ സ്വഭാവത്തെ പൂർണ്ണമായിട്ടും വരച്ചു ചേർത്തിട്ടുണ്ട്. ആ ക്യാരക്ടറിൽ ചില ചേഞ്ചസ് വരുത്തുക, ചില അപ്ഗ്രേഡേഷൻസ് നടത്തുക, ചില സവിശേഷതകൾ സൃഷ്ടിക്കുക തുടങ്ങിയൊക്കെ നമുക്ക് സാധ്യമാകുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് നൽകി ഇതിനൊന്ന് പ്രോത്സാഹിപ്പിക്കണം. കാര്യം ഇത് വേറൊന്നും കൊണ്ടല്ല, ഇതിൽ വരുന്ന മറ്റ് വീഡിയോകളുടെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ലഭിക്കാനും ഈ ഒരു ലൈക്ക് കൊണ്ട് സാധ്യമാകുകയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് എടുത്ത് പറയേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരൊരു സാധു മനുഷ്യരും ലളിത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണെന്നുള്ളതാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൻ്റെ ഒരു രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവർ അത്യാഡംബരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരൊന്നുമല്ല. ജീവിതത്തിൻ്റെ ചില വഴികളിൽ ഇവർക്ക് ചിലപ്പോൾ ആഡംബര വേഷം എവിടെയെങ്കിലുമൊക്കെ കെട്ടേണ്ടി വന്നേക്കാം. എന്നാൽ ഇവരുടെ ഉള്ള് എപ്പോഴും ലളിതമായ ജീവിത വൃത്തിയിലൂടെ കടന്നു പോകുന്നതിന് പ്രാപ്തമായിട്ടുള്ളതായിരിക്കും. കാര്യം അത്യാർത്തി പിടിച്ച മനസ്ഥിതിയോ അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കൽ, മറ്റുള്ളവരെ ദ്രോഹിച്ചും കട്ടും അങ്ങനെയൊക്കെ എന്തെങ്കിലും സമ്പാദിക്കണം അങ്ങനെയുള്ളൊരു ചിന്തയില്ല. നേർവഴിയാണ് ഇവരുടെ മുന്നിലുള്ളത്. മറ്റൊരാളെയും ഇവരായിട്ട് ചെന്ന് ഉപദ്രവിക്കാനൊന്നും ഒരിക്കലും ശ്രമം നടത്തുകയില്ല. പലരുടെയും ഉപദ്രവങ്ങൾ ഇവർക്ക് ലഭ്യമാവുമെങ്കിലും ഇവരതിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പ്രതികാരം ചെയ്ത് അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും പിടിച്ച് പറിച്ച് അങ്ങനെയൊന്നും ജീവിക്കാൻ താല്പര്യമുള്ളവരല്ല. എപ്പോഴും മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്ത് മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ അവരവരുടെ ജീവിതത്തെ നോക്കി ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടുന്ന സമാധാന തൽപരരായിട്ടുള്ള വ്യക്തികളായിരിക്കും. ഒരു സമൂഹത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ എണ്ണം നന്നായിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ നല്ലതായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും പൊതുവിൽ ഉണ്ടായി വരിക. അതിൽ സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഉയർന്ന ചിന്താശക്തി എന്നുള്ളതാണ്. ഒരു കാര്യത്തെ വിശദമായിട്ട് വിശാലമായിട്ടുള്ള ഒരു സ്ഥാനത്തിരുത്തി ചിന്തിക്കാനും അതിന്മേൽ നല്ലതായിട്ടുള്ള നടപടിയെടുക്കാനും ഇവർക്ക് കഴിയുന്നതാണ്. ഇവരുടെ ബുദ്ധിശക്തിയും ഉന്നതമാണ്. പലപ്പോഴും അവരുടെ വിദ്യാഭ്യാസ നിലവാരം എത്ര തന്നെ കുറഞ്ഞതോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ബുദ്ധിശക്തി നല്ല ബ്രൈറ്റ് ആയിരിക്കും. കാരണം ഇവരുടെ സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കിലൊക്കെ ചിലപ്പം അധികം പഠിച്ചിട്ടില്ലാത്ത ചില ആൾക്കാരാണെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ അപ്പോഴത്തെ ഒരു സാഹചര്യമായിരിക്കും. എന്നുവെച്ചാൽ അവർ മഠയന്മാരല്ല, അവർ നല്ല ബുദ്ധിശക്തിയുള്ളവർ തന്നെയാണ്. പ്രായോഗികമായ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത തലത്തിൽ അവരുടെ അത്തരം ബുദ്ധിശക്തി ഉപയോഗിച്ച്, ആ കഴിവ് ഉപയോഗിച്ച് അവർ ജീവിതവൃത്തി നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു വിഷയത്തിന്മേൽ ഒരു തീരുമാനം എടുക്കുമ്പോഴും എടുത്തു ചാടിയുള്ള ഒരു മനോഭാവത്തോടു കൂടിയുള്ള തീരുമാനമൊന്നും ആയിരിക്കില്ല പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ എടുക്കുന്നത്. ഒരു കുറച്ച് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഗുണദോഷങ്ങളെ ചിന്തിച്ചതിന് ശേഷം
വ്യക്തമായ ഒരു തീരുമാനത്തിലായിരിക്കും അവർ എത്തിച്ചേരുന്നത്. ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു മേന്മയെ സൂചിപ്പിക്കുന്ന കാര്യവുമാണ്. മൂന്നാമത്തെ കാര്യം, ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യം പോലെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരിൽ ഒരു സാഹസിക മനോഭാവം ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവർ സാധു ജീവിതമാണ്, ലളിത ജീവിതമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസാമാന്യ പാടവമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും അറച്ചു നിൽക്കുന്ന, മടിച്ചു നിൽക്കുന്ന ചില മേഖലയിലൊക്കെ ഇവർ കടന്നു ചെന്നു വരും. അവിടെ അവർ വിജയശ്രീ ലാളിതരായി മാറുകയും ചെയ്യും. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. കാര്യം നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പലരും പറയുന്ന സ്ഥാനത്ത് ഇതെന്നെക്കൊണ്ട് കഴിയുമെന്ന് സ്ഥാപിക്കാനുള്ളൊരു മനോഭാവം, ഒരു പ്രപഞ്ചശക്തി ഇവരിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് എത്ര കീഴ്പോട്ട് പോകുന്ന ജീവിതാവസ്ഥയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാരനെ നമ്മളൊന്ന് പ്രൊവോക്ക് ചെയ്താൽ, നീ ഇങ്ങനെയൊക്കെയാണ് എന്ന്, നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ലെന്നൊക്കെ പറഞ്ഞു നോക്കൂ, ഇത് ഇയാളുടെ ഉള്ളിലൊരു പെട്ടെന്നൊരു ബോംബുണ്ടാക്കും. ഇതങ്ങോട്ട് കത്തിപ്പടരും. ഇവർ നമ്മൾ എന്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ഇവർ വിജയിച്ചു വരും. അതുകൊണ്ട് തന്നെ പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ അവരെ ഒന്ന് താഴ്ത്തും പോലെയൊക്കെ പറയുന്നത് അവരുടെ ഉയർച്ചയ്ക്ക് കാരണമാവുക തന്നെ ചെയ്യും. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ എതിരാളികൾ കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിവരെ ഇകഴ്ത്താൻ വേണ്ടി പറയുന്ന വാക്ക് പലതും ഇവർക്ക് പ്രചോദനം, ഇവർക്ക് ഇന്ധനമായി മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ള സത്യത്തെയാണ് പൊതുവിലും മനസ്സിലാക്കേണ്ടത്. ഇനി ചില ദുർബല ചിന്താഗതിക്കാർ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾ അസൂയയോട് കൂടി പറഞ്ഞ, അയ്യോ എന്നെ കൊണ്ടൊന്നും കഴിയില്ലേ, ഞാനൊന്നിനും പറ്റാത്ത ആളാണോ എന്ന് ചിന്തിച്ച് മടി പിടിച്ചിരിക്കുന്ന ചില അപൂർവം പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ, അവരെ നമുക്ക് വ്യക്തമായിട്ട് എടുത്ത് മനസ്സിലാക്കാം. അവർ മറ്റുള്ളവരെക്കാൾ ഇച്ചിരി ഉയരം കുറവുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ പൂരുരുട്ടാതി നക്ഷത്രക്കാലത്ത് പ്രത്യേകം പറയുകയാണ്, നിങ്ങളുടെ ചുറ്റുപാടുള്ള മറ്റു പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഇങ്ങനെയൊന്നുമല്ല. അവരുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും കാര്യം അവരെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് നേടിയെടുത്ത് വിജയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടേതായ കുഴപ്പമാണെന്നേ പറയാൻ പറ്റൂ. നാലാമത്തെ കാര്യം, കുടുംബ ഭവനം വിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം പൂരുരുട്ടാതി നക്ഷത്ര ജാതകരും തങ്ങൾ ജനിച്ച ഇടത്തുനിന്ന് മാറി താമസിക്കാൻ യോഗമുള്ളവരാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിത വൃത്തി, അവരുടെ തൊഴിൽ മേഖല, ഇതൊക്കെ ഈ ജനിച്ച വീടുമായിട്ട് അകലം സ്ഥാപിച്ചിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. എന്തായാലും ജനിച്ചിടം വിട്ട്, ചിലപ്പോൾ നാട് തന്നെ വിട്ട് മാറി ജീവിക്കാൻ യോഗം കൂടിയവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. അതൊരു മോശമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളൊരു പ്രത്യേക സ്ഥാനത്ത് വന്നിട്ട് അവിടുന്ന് ജീവിതത്തിൻ്റെ എക്സ്പാൻഷൻ നടക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോവേണ്ടത്, വളർച്ച എങ്ങോട്ടാണ്, ആ രീതിയിൽ നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ള രീതിയിൽ അതിനെ കണക്ക് കൂട്ടിയാൽ മതി. അഞ്ചാമത്തെ കാര്യം, ഭക്തിയുള്ളവർ എന്നുള്ളതാണ്. ഒരു പ്രത്യേകതരം ഭക്തി ആരാധന സമ്പ്രദായങ്ങളൊക്കെ പൂരുരുട്ടാതി നക്ഷത്ര ജാതകരിൽ കാണാം. ഇവർക്ക് ഉറച്ചതായിട്ടുള്ള ഈശ്വര വിശ്വാസം എല്ലാം ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ അത് പുറമേ ഇവർക്ക് പ്രകടിപ്പിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി വന്നേക്കും. കാര്യം, തൻ്റെ ഭക്തി മറ്റൊരാളെ അളക്കുന്നതിനെ കുറിച്ചൊന്നും ഇവർക്കൊരു താല്പര്യമില്ല. നീ ഭക്തിയുള്ള ആളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ നിരീശ്വരവാദിയെ പോലെ ചിലപ്പോൾ സംസാരിച്ചു എന്ന് വരും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. ഇവരുടെ പ്രാർത്ഥന ഈശ്വരൻ നേരിട്ട് കേൾക്കുന്ന തലത്തിലേക്ക് വരികയും ചെയ്യും. കാര്യം ഇവരുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഒരു ഏകാഗ്രതാ മനോഭാവം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഇവരുടെ മുന്നിലുള്ള പ്രയാസങ്ങളെല്ലാം അകന്നു പോകും. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമാണ്. നമ്മുടെ ഈശ്വരനുമായിട്ടുള്ള ആ കണക്ഷൻ കൃത്യമായ രീതിയിൽ നിലനിൽക്കുന്നത് പ്രാർത്ഥനകളിലൂടെയും ധ്യാനങ്ങളിലൂടെയൊക്കെയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ ഈശ്വരീയ കടാക്ഷം നമുക്ക് എപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ആറാമത്തെ കാര്യം, തൻ്റെ വിശ്വാസത്തിനൊത്ത ജീവിതം എന്നുള്ളതാണ്. ഈ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളിൽ അത്ര വലിയ താല്പര്യമൊന്നും കാണില്ല. ഇവർക്ക് ചിന്താശക്തിയുണ്ട്, കഴിവുണ്ട്. ഇവരുടെ ജീവിതത്തിനെ അവർ തന്നെ ഡിസൈൻ ചെയ്ത് വയ്ക്കും. ഇന്ന കാര്യങ്ങൾ ശരി, ഇന്ന കാര്യങ്ങൾ തെറ്റ്,
ഇതൊക്കെ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അറിഞ്ഞ് അത് മേടിച്ച് ഇത്രയും ഞാൻ കരുതിയിരുന്നത് ശരിയല്ലായിരുന്നു, ഇനി മുതൽ ഞാൻ ഈ മതം വിട്ട് ആ മതത്തിൽ വിശ്വസിച്ച് കളയാം, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് പോയി കളയാം. ഇതൊന്നും പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ പറ്റില്ല. അങ്ങനെ ഈ മതം മാറ്റ ലോബിയൊക്കെ ഒന്നും അധികം പിടികൊടുക്കാത്ത നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി. കാര്യം വേറൊന്നുമല്ല, ഇവർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാനും അതിൽ അടിയുറച്ച് നിൽക്കാനും ഇവർക്കൊരു കഴിവുണ്ട്. അത് ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലായാലും മറ്റേത് കാര്യത്തിലും ഇവരെ സ്വാധീനിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഇവർ സ്വയമേവ ആദ്യം ഒരു തീരുമാനം എടുത്തു വച്ചിട്ട് നമ്മൾ ചെന്ന് പറയാം നീ ആ വഴിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവർ ആദ്യമേ തീരുമാനം എടുത്തു വെച്ചേക്കണം ആ വഴിക്ക് തന്നെ ചെയ്യണമെന്ന്. എങ്കിൽ മാത്രമേ അവർ അതിലേക്ക് വരുള്ളൂ. തങ്ങളുടെ മനസ്സാക്ഷിയെ വിട്ടിട്ട് ഒരു കളിക്കും പൂരുരുട്ടാതി നക്ഷത്രക്കാരൻ നിൽക്കില്ല എന്നുള്ളതാണ് പ്രധാനം. ഏഴാമത്തെ കാര്യം, അന്യൻ്റെ താളത്തിനൊത്ത് തുള്ളുകയില്ല എന്നുള്ളതാണ്. നമ്മൾ മുൻ പറഞ്ഞതിൻ്റെ വേറൊരു ഘട്ടമാണിത്. അതായത് ചിലർ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പങ്കാളിയുടെ വാക്കിനനുസരിച്ച് താളം ചവിട്ടുന്നു എന്നൊക്കെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ പരാതി പറയുന്നേക്കാം. അല്ലെങ്കിൽ ചിലർ സുഹൃത്തുക്കൾ പറയുന്നത് മാത്രമേ കേൾക്കൂ, വീട്ടുകാർ പറയുന്നതൊന്നും കേൾക്കില്ല എന്ന് പറയും. ചിലർ പറയും അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ പറയുന്നത് മാത്രമേ കേൾക്കൂ, വീട്ടുകാരൊന്നും പറയുന്നത് കേൾക്കുന്നില്ല എന്നിങ്ങനെയുള്ള നിരവധി പരാതികൾ ഒരു വ്യക്തിയെക്കുറിച്ച് പലരും ഉന്നയിക്കാറുണ്ട്. നമ്മൾ കേൾക്കുന്നത് തന്നെയല്ലേ സ്വാഭാവികമായിട്ട്. പക്ഷെ പൂരുരുട്ടാതി നക്ഷത്ര ജാതകയെക്കുറിച്ചോ അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അന്യൻ്റെ താളത്തിനൊത്ത് തുള്ളാനുള്ള ഒരു മനസ്ഥിതിയൊന്നും ഇവർക്കില്ല. ഇവർ ഒരു അഭിമാന ബോധമുള്ളവരാണ്, തങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ്, ആരുടെയും അടിമയായിട്ട് അണ്ടറിൽ നിൽക്കാൻ അത്ര താല്പര്യമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ചെയ്യുന്നത്. അല്ലാതെ അതിന് മറ്റൊരാളുടെ കീയൊന്നും ഇവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവനവൻ്റെ അഭിമാനബോധവും അവനവൻ്റെ കഴിവും പ്രകടമാകുന്നത് അവൻ്റെ കാലുകളിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോഴാണ്. ചാഞ്ഞ മരത്തെ പോലെ ഇപ്പം കാണുന്ന ആളിൻ്റെ പിന്നാലെ പോകുക, അത് കഴിഞ്ഞ് മറ്റൊരാളിൻ്റെ പിന്നാലെ പോകുക, ഒരു ബലവുമില്ലാതെ നടക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ, ആ ഗണത്തിലൊന്നും പൂരുരുട്ടാതി നക്ഷത്ര ജാതകനെ അല്ലെങ്കിൽ ജാതകയെ പെടുത്താൻ കഴിയുകയില്ല തന്നെ. എട്ടാമത്തെ കാര്യം കഠിനാധ്വാനം എന്നുള്ളതാണ്. ഒരു കാര്യത്തിനെ അത് നേടിയെടുക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം കഠിനാധ്വാനം വേണമെങ്കിലും പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചെയ്തിരിക്കും. അത് അവരുടെ ഒരു ജീവിതത്തിൽ അവരുടെ രക്തത്തിൽ കലർന്ന കാര്യമാണ്. മടി പിടിച്ച് ഇരിക്കുന്ന ചില പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചിലപ്പം കാണാൻ കിട്ടിയേക്കും. പക്ഷേ അവരെ നമ്മളൊന്ന് പ്രചോദിപ്പിച്ചു കൊടുത്താൽ, അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവർ കണ്ടെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മടി പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല. ആ ആശയത്തിന് വേണ്ടി, തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഇവർ പുറത്തേക്ക് പോവുക തന്നെ ചെയ്യും. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാൻ, രാപകലില്ലാതെ കഷ്ടപ്പെടാനും ഇവർ തയ്യാറാകും. ആ കഷ്ടപ്പെടലുകൾക്ക് കുറച്ച് നാൾ, ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരു ഗുണവും കിട്ടും. വിജയിച്ച പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഒരുപാട് പേരുണ്ട്, ചോദിച്ചു നോക്കൂ. നിങ്ങൾക്കിപ്പം ചിലപ്പോൾ ഒരു നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾ അധ്വാനിച്ചിട്ട് ഒരു നേട്ടവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് വിലപിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും. മടുത്തു, ജീവിതം കൊള്ളില്ല, എൻ്റെ നക്ഷത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരായിരിക്കും. നിങ്ങൾ ചുറ്റുപാടുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാരെ കാണാത്തോണ്ടാ. ചിലപ്പം കമൻറ്റ് ബോക്സിൽ വന്ന് അല്ലെങ്കിൽ അവിടെ ഇവിടെ വന്ന് ദുഃഖം പറയുന്ന 1-2 പൂരുരുട്ടാതി നക്ഷത്രക്കാരെ കണ്ടതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരേ മനോഭാവമുള്ള 1-2 വാട്സപ്പ് ചാനലിലെ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ കണ്ടതുകൊണ്ടാണ്. നിങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള ആൾക്കാരെ കാണണം, വിജയിച്ച ആൾക്കാരെ കാണണം. കഠിനാധ്വാനത്തിൻ്റെ കഷ്ടപ്പാടുകളെ നീന്തിക്കിടന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് അവർ പറഞ്ഞു തരും. നല്ലൊരു നക്ഷത്രമാണിത് പൂരുരുട്ടാതി. ഒന്ന് വിജയിക്കാൻ മനസ്സ് വെച്ചാൽ മാത്രം മതി. 9ാമത്തെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് മനസ്സിന് അസ്വസ്ഥത എന്നുള്ളതാണ്. അതെ, പൂരുരുട്ടാതി നക്ഷത്രക്കാരൻ കുറച്ച് ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രകൃതം പലപ്പോഴും കാഴ്ചവെക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചായിരിക്കും ഇവർ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അന്നിങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അതിൽ കയറി അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ സംഭവിച്ചത്, ഇനി നാളെ എന്തായി മാറുമെന്നോ, അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നാളെ ഇങ്ങനെ ആയി മാറാൻ പോകുന്നത്. ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് ഇവർ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കും.
ഇവരുടെ മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടും ഇരിക്കും. എന്താ നേട്ടം? ഇങ്ങനെ അസ്വസ്ഥമായി കൂടി 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 പോയാൽ നമ്മളൊരു ഡിപ്രഷൻ കണ്ടീഷനിലേക്ക് പോകും. ഒരു സ്വസ്ഥതയും കിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പൂരുരുട്ടാതി നക്ഷത്രക്കാരെ, കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ അങ്ങ് കളയുക. പുതിയ കാര്യങ്ങൾ, ഭാവിയിലേക്കുള്ള നല്ല ലക്ഷ്യങ്ങളെ മുൻനിർത്തുക. അതിന് വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ ഒരു ആസൂത്രണം നടത്തുക, പ്രവർത്തിക്കുക. ചുമ്മാ ഉള്ള ചിന്തകളെ, നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ ഇങ്ങനെ ഇട്ട് പൊലിപ്പിക്കാതിരിക്കുക. ഇതെല്ലാവർക്കും ഉള്ള കാര്യമല്ല പറയണേ. പൂരുരുട്ടാതി നക്ഷത്രക്കാരിൽ ഒരു 50% പേരിലുള്ള കാര്യമാണ് പറയുന്നത്. 50% അപ്പോൾ നല്ല അങ്ങനെയുള്ള ഇല്ലാത്ത നല്ല വൈബുള്ള ആൾക്കാരുണ്ട്. എങ്കിലും നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ 50% ഈ ടെൻഷനുള്ള ആൾക്കാരുണ്ടാവും. അവർ ഈ ഒരു കാര്യത്തെ ഒന്ന് ശ്രദ്ധിക്കുക. 10ാമത്തെ കാര്യം വിദേശത്ത് നേട്ടം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പലവിധ സ്വപ്നങ്ങളുമായി കുടിയേറിപ്പോകുന്നവരുണ്ട്. ചിലർ പോയിട്ട് മടങ്ങി വരാനായിരിക്കും, ചിലർക്ക് അവിടെ സ്ഥിരമായിട്ട് താമസിക്കണമെന്നുള്ള താല്പര്യമായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിദേശ രാജ്യങ്ങൾ വിജയം നൽകാറുണ്ട്. വിദേശ രാജ്യങ്ങൾ മാത്രമല്ല, സ്വന്തം നാട് വിട്ടിട്ടുള്ള മറ്റ് നാടുകളും വിജയം നൽകാറുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും തൊഴിലെടുക്കണമെന്നോ അവിടെ താമസമൊക്കെ നേടിയെടുക്കണം, അവിടെ പെർമനൻ്റ് ആയിട്ട് താമസിക്കണം, അങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ളവർക്കൊക്കെ അതൊക്കെ ആകാം. പക്ഷേ രാജ്യത്തിൽ കവിഞ്ഞ് ദേശങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ കേരളത്തിലുള്ള ഒരാൾക്ക് ചെന്നൈ, ബാംഗ്ലൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും, സംസ്ഥാനങ്ങളൊക്കെ മാറുമ്പോഴും അവരുടെ ജീവിതത്തിൽ കാതലായിട്ടുള്ള മാറ്റം വരുന്നുണ്ട്. ചിലപ്പോൾ ജനിച്ച സ്ഥലം അത് തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും ആയിരിക്കും, അത് കൊല്ലത്തോട്ടോ അല്ലെങ്കിൽ കണ്ണൂരോട്ടോ അങ്ങോട്ടൊക്കെ മാറുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ട്. ദേശം വിടുക എന്നുള്ളതാണ് പ്രധാനം. ജനിച്ച നാട്ടിൽ നിന്നിട്ട് അത്ര കണ്ട് പലപ്പോഴും പൂരുരുട്ടാതി നക്ഷത്രക്കാർ വിജയിക്കുന്നില്ല എന്ന സത്യത്തെയും കൂടെ ഇവിടെ എനിക്ക് എടുത്ത് പറയേണ്ടി വരും. അപൂർവം ചിലർ വിജയിച്ചാലായി, പക്ഷെ ബഹുഭൂരിപക്ഷം പേർക്ക് ഒരല്പം മാറ്റം ജനിച്ച സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അവരുടെ വിജയം അവരെ കാക്ഷിക്കുന്നത്, കടാക്ഷിക്കുന്നത്. 12ാമത്തെ കാര്യം ആത്മാഭിമാനികൾ എന്നുള്ളത്. എല്ലാവർക്കും അഭിമാനമൊക്കെ ഉണ്ട്, പക്ഷെ പൂരുരുട്ടാതി നക്ഷത്രജാതകരുടെ അഭിമാനം ഇച്ചിരി കൂടെ കൂടുതലാണ്. കാര്യം എല്ലായിടത്തും തലകുനിച്ച് നിന്നു കൊടുക്കാനോ അല്ലെങ്കിൽ എല്ലാവരുടെയും ചൊൽപ്പടിക്ക് നിന്നു കൊടുക്കാനോ ഇവർ തയ്യാറാവുകയില്ല. ചിലപ്പം അഭിമാനം എന്നുള്ളത് ഒരു ഘട്ടം കടന്ന് ദുരഭിമാനത്തിലേക്കും കൂടെ ചിലപ്പോഴൊക്കെ പോകാറുണ്ട്. അത് മോശമാണ്. അഭിമാനം നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷെ ദുരഭിമാനത്തിലേക്ക് പോകുമ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കളിയാക്കപ്പെടുന്ന കാര്യവുമാണ്. നിങ്ങളിലുള്ളത് അഭിമാനമാണോ ദുരഭിമാനമാണോ എന്ന് ആദ്യം തിരിച്ചറിയണം. അഭിമാനമാണെങ്കിൽ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ അഭിമാനിക്കുക, നിങ്ങളുടെ തൊഴിലിൽ, അതേത് തൊഴിലാവട്ടെ അതിൽ അഭിമാനിക്കുക, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ അഭിമാനിക്കുക, നിങ്ങൾ ഇന്ന അച്ഛനമ്മമാരുടെ ആയിട്ട് പറഞ്ഞതിൽ അഭിമാനിക്കുക, ഈ ഭാരത ഭൂവിലാണ് ജനിച്ചതെന്ന് അഭിമാനിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിമാനത്തിലെടുക്കാം. പക്ഷേ ചിലയിടത്ത് എനിക്ക് സ്ഥാനം കിട്ടിയില്ലെന്നും ചിലയിടത്ത് എന്നെ പരിഗണിച്ചില്ലെന്നും ഒരിടത്ത് കല്യാണത്തിന് വിളിച്ചിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് ഇനി എന്നെ ഊണ് കഴിക്കാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഊണ് കഴിക്കാതെ മടങ്ങിപ്പോകുന്നതൊക്കെ പറയുന്നത് ദുരഭിമാനത്തിൻ്റെ പട്ടികയിൽ വരും. അതുണ്ടാവാതിരിക്കാൻ നോക്കുക. 12ാമത്തെ കാര്യം ആരെയും അതിര് കവിഞ്ഞ് വകവയ്ക്കില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ആദരവും ബഹുമാനവും ഒക്കെ കൊടുക്കാൻ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് നല്ല കഴിവുണ്ട്. പക്ഷെ ചില വ്യക്തികളുണ്ട്, അവർ ആദരവ് തേടി നടക്കുന്ന, യാചിച്ച് കിടക്കുന്ന വ്യക്തികളാണ്. അതായത് എന്നെ ആദരിക്കൂ, എന്നെ നിങ്ങളെല്ലാം നമസ്കരിക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജുമായിട്ട് നമ്മളെ സമീപിക്കുന്ന വ്യക്തികളുണ്ട്. അത് അധികാരത്തിൻ്റെ ഭാഷയായിരിക്കും, ചിലപ്പം വേറെ ഏതെങ്കിലും തരത്തിൽ തൻ്റെ കഴിവുകൾക്ക് മുകളിൽ മറ്റുള്ളവർ ചെറുതാണ് എന്നുള്ള മട്ടിൽ നടക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ പൂരുരുട്ടാതി നക്ഷത്രക്കാർ അത്തരക്കാരെ മൈൻഡ് ചെയ്യില്ല. അവരെ അങ്ങനെ ഈ മോഹിച്ച് നടക്കുന്നവരുടെ മുന്നിൽ ഒട്ടും താണു കൊടുക്കാതിരിക്കാനായിരിക്കും ഇവർ ശ്രദ്ധിക്കാറുള്ളത്. തങ്ങളെ നേരത്തെ പറഞ്ഞില്ലേ, അഭിമാനത്തിന് കോട്ടം വയ്ക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ലെന്ന്. ഇവിടെയും അവരുടെ ഒരു രീതി ഇത് തന്നെയാണ്. ആദരിക്കേണ്ടവരെ ആദരിക്കും, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും. പക്ഷെ ആദരവ് ചോദിച്ചു വരുന്നവരെ മാത്രം നിരാകരിക്കും.
നല്ല കാര്യം തന്നെയാണിത്. 13ാമത്തെ കാര്യം ഏത് തരക്കാരുടെയും പിന്തുണ നേടിയെടുക്കും എന്നുള്ളതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. കൊച്ചുകുട്ടിയാവട്ടെ, വൃദ്ധനായിട്ടുള്ള ആളാവട്ടെ, ഇവരുടെ ചുറ്റുപാടും കുറച്ച് ആൾക്കാരെ കൂട്ടി നിർത്തും. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വേറെ അർത്ഥമല്ല. ഇവരെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കൊച്ചുകുട്ടികളുടെ ഇടയിൽ നിന്നും, ടീനേജ് പ്രായക്കാരുടെ ഇടയിൽ നിന്നും, മധ്യവയസ്കരുടെ ഇടയിൽ നിന്നും, ഇങ്ങനെ വൃദ്ധരുടെ ഇടയിൽ നിന്നും ഒക്കെ ആൾക്കാരുണ്ടായി. ഇവരുടെ പെരുമാറ്റത്തിൻ്റെ ഒരു സവിശേഷതയാണ് മറ്റുള്ളവരെ സൗഹാർദ്ദ മനോഭാവത്തോടു കൂടി സ്വാഗതം ചെയ്യുന്ന ഒരു രീതി ഇവർക്കുണ്ട്. നല്ലതായ കാര്യങ്ങളിൽ ഇടപെട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ശീലമുണ്ട്. നല്ല വിഷയങ്ങൾക്ക് മേൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ശീലമുണ്ട്. ഇതൊക്കെ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ മറ്റുള്ളവരുടെ ഇടയിൽ മറ്റുള്ളവർക്ക് ജനപ്രീതി ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആ സവിശേഷതയുള്ളത് എന്തുകൊണ്ട് ഒരു പൊതുജന സമ്മതി നേടിയെടുക്കുക എന്ന് പറയുന്ന ഈ കഴിവുണ്ടല്ലോ, അത് വളരെ നല്ല കാര്യമാണ്. ഒരു 10 പേര് കൂടുന്നിടത്ത് നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് ഒരു വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതല്ലേ. ഇനിയിപ്പം ചില പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചിന്തിക്കുക, അയ്യോ എങ്ങനെയല്ലല്ലോ, ഞാൻ സംസാരിക്കാൻ പോയാൽ എനിക്കത്ര വിലയൊന്നും കിട്ടുന്നില്ലല്ലോ, ഇതെന്താ ഇവിടെ ഇപ്പം ഇങ്ങനെ പറഞ്ഞേ എന്നിരിക്കും. അതാ നിങ്ങൾ കുറച്ച് ഇൻട്രോവെർട്ട് മനസ്ഥിതി കാണിക്കുന്നതുകൊണ്ടാണ്, നിങ്ങളിൽ കഴിവുണ്ടായിട്ട് നിങ്ങൾ ഇറങ്ങാത്തതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മടിച്ചിരിക്കും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഈ ചിന്തയെ വെച്ചുകൊണ്ടിരുന്ന അവിടെ ഇരിക്കുകയുള്ളൂ. നിങ്ങൾ പൊതുജനത്തിലേക്ക് ഇറങ്ങി ചെയ്യുന്ന സേവനങ്ങളായിരിക്കും പൊതുജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവരുടെ സ്നേഹാശംസകളായി തിരികെ ലഭിക്കുക. അത് തിരിച്ചറിയുക പ്രധാനം. 15ാമത്തെ കാര്യം മികച്ച വാക്സാമർഥ്യം എന്നുള്ളതാണ്. ഏതാണ്ട് ഒരുമാതിരി എല്ലാ വിഷയത്തിലും ഒരു ഏകദേശ ധാരണയും അറിവൊക്കെ നേടിയെടുക്കാൻ പൂരുരുട്ടാതി നക്ഷത്രക്കാർ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ താഴെക്കിടയിലുള്ള ആൾക്കാരുടെ അടുത്തും നല്ല ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരുടെ അടുത്തും സംസാരിക്കാൻ ഇവർക്ക് വ്യത്യസ്തമായ തലത്തിലുള്ള വിഷയങ്ങളുണ്ടായിരിക്കും. ഒരിടത്തും പതറിപ്പോകുന്ന ഒരു പ്രത്യേകതയൊന്നും ഇവർക്ക് അതുകൊണ്ട് തന്നെ വരില്ല. കാര്യം നോളജ് ഉണ്ടേ, ഒരുവിധം എല്ലാ വിഷയത്തിനെ കുറിച്ചൊരു അറിവുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ, മറ്റുള്ളവർക്ക് ഇടപഴകാൻ, തങ്ങളുടേതായ കാര്യം ഭംഗിയാമണ്ണം സൗഹൃദപരമായിട്ട് സരസ സംബന്ധമായിട്ട് സംസാരിക്കാനൊക്കെ ഇവർക്ക് കഴിയും. അത് ഇവരെ മറ്റുള്ളവരുടെ മുന്നിൽ ആദരണീയനാക്കി മാറ്റുകയും ചെയ്യും. 16ാമത്തെ കാര്യം കലാനിപുണത എന്നുള്ളതാണ്. കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകൾ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് കാണും. ഒന്നീ പാട്ട് പാടാൻ, അല്ലെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ ചിത്രരചന, അങ്ങനെ എന്തും ആവാം. കലാപരമായിട്ടുള്ളൊരു ഗുണം കാണും. ചില വ്യക്തികൾക്കാണെങ്കിൽ അത് കാലിന് കുറച്ച് നീളം കൂടുതലുള്ള വ്യക്തികൾക്ക് കായികപരമായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ സാധ്യതകൾ കാണുന്നുണ്ട്. കലാപരമായിട്ടുള്ള മേന്മ ഇവരെ ഒരുപാട് ആരാധകർ ഇവർക്ക് ഉണ്ടായിത്തീരാൻ കാരണമാകും. പക്ഷെ ഒരു കുഴപ്പം ഇവർക്കുണ്ട് കലാപരമായിട്ടുള്ള കാര്യത്തിൽ, അപ്ഗ്രേഡ് ചെയ്യില്ല. ജീവിതത്തിൻ്റെ കുറേ കാലം ഇവർ ഈ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടിട്ട് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു മേഖലയിലൊക്കെ ചെന്ന് കയറിക്കളയും. പക്ഷെ അത് പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് കലാപരമായിട്ടുള്ളൊരു കഴിവുണ്ടെങ്കിൽ ദൈവദത്തമായിട്ട് കിട്ടുന്നതാണ്. അതിനെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ ഒരു ദൗത്യമാണ്. ആ രീതിയിൽ തന്നെ അതിനെ കണ്ടറിഞ്ഞ് മൂവ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങളെ ആദരിക്കുന്നവരുടെ എണ്ണം കൂടുകയും നിങ്ങൾക്ക് മാനസികമായിട്ട് ഉല്ലാസം ലഭ്യമാവുകയും ചെയ്യും. അതല്ലേ പ്രധാനം. 17ാമത്തെ കാര്യം പ്രണയബന്ധങ്ങൾ എന്നുള്ളതാണ്. ശരിയാണ്, പുണർതം നക്ഷത്രക്കാർക്ക് വിശാലമായ പ്രണയം ഉണ്ടായിരിക്കും. വിശാലമായ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവരെ എല്ലാം കയറി പ്രണയിക്കുമെന്നുള്ള അർത്ഥമല്ല. ഇവരുടെ മൈൻഡ് ഓപ്പൺ ആയിരിക്കും. ഒരു പ്രണയത്തിലേക്ക് വരുമ്പോൾ അവിടെ കള്ളമില്ല, കളങ്കമില്ല. ആ പ്രണയത്തെ തുറന്ന് തന്നെ പ്രദർശിപ്പിക്കും. ഈ മിച്ചം പിടിച്ച് കൊടുക്കുന്ന ചിലരുണ്ട്. ഇന്ന് ഇത്തിരിയും പ്രണയം തരാം, നാളെ വേറെ ഇത്തിരി പ്രണയം തരാം, തുറക്കില്ല. പ്രണയം മറ്റന്നത്തേക്കോ വേണ്ടി കാത്തു കെട്ടി വെച്ചേക്കും. കുടുംബജീവിതത്തിൽ പലപ്പോഴും പറയും, ഓഹ് അദ്ദേഹത്തിനൂടെ അല്ലെങ്കിൽ അവളുടെ അടുത്തുള്ള ജീവിതം മടുത്തിരിക്കുകയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, ഒരു നല്ല വാക്ക് പറയാൻ അറിയില്ല. ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും, ഓ അങ്ങനെയൊന്നുമല്ല സാറേ, എൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്, ഇപ്പം നമുക്ക് എപ്പോഴും പ്രണയിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. സ്വന്തം പങ്കാളിയുടെ അടുത്ത്
ഒരല്പം പ്രണയം, നല്ല വാക്കുകൾ പറയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പങ്കാളിയാണ് എന്നുള്ള ചോദ്യം ഞാൻ പലപ്പോഴും തിരിച്ചും ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇതാരെയാ പൊട്ടരാക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ഈഗോയാണ് നിങ്ങളിങ്ങനെ ചുമക്കുന്നത്? നിങ്ങൾ പങ്കാളിയായിട്ട് എടുക്കുന്ന നിങ്ങളുടെ സുഖ ദുഃഖങ്ങൾ കൃത്യമായ രീതിയിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ടാണ് ആണല്ലോ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ മടിച്ചിരിക്കുന്നു? പുരുട്ടാതി നക്ഷത്രക്കാർ അങ്ങനെ ഒരു പ്രശ്നമുള്ളവരാണ്. അതുകൊണ്ടാണ് പറയുന്നത് കുടുംബജീവിതത്തിൽ. എന്നാൽ അവർക്ക് വിശാലമായ പ്രണയമുണ്ട്. അത് അവരുടെ കൗമാര കാലഘട്ടത്തിലോ മറ്റോ അവർ ആദ്യമായിട്ട് ഒരാളെ പ്രണയിക്കുകയാണെങ്കിൽ ഉള്ളു തുറന്നങ്ങ് പ്രണയിക്കും. എന്നാൽ പലപ്പോഴും ഇവരുടെ പ്രണയത്തിൽ തന്നെ ഒതുങ്ങും. അസാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവില്ല. ആ പ്രണയം ഒരു ദിവ്യമായ ഒരു അനുഭൂതിയായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ എൻഡ് വരെ ഉണ്ടാകും. ചിലർക്ക് സ്വന്തം പങ്കാളി തന്നെയായിരിക്കും ഈ പ്രണയിതാവ്. അവർ കൗമാരകാലത്തൊന്നും അങ്ങനത്തെ പ്രണയത്തിലൊന്നും പെട്ടുപോകില്ല. പങ്കാളിയെ തന്നെ സ്നേഹിച്ച് ആ കുടുംബത്തിലും അവരുടെ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകി നന്നായിട്ട് ജീവിക്കും. അങ്ങനെയുള്ള ഒരുപാട് പുരുട്ടാതി നക്ഷത്ര ജാതകരുണ്ട്. അതും ഉത്തമമായിട്ടുള്ള കാര്യം. അത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്നും പറയേണ്ടിയിരിക്കുന്നു. അടുത്തതെന്ന് പറയുമ്പം മധ്യായുസ്സിന് ശേഷം ജീവിത പുരോഗതി എന്നുള്ളതാണ്. ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും പല പല പ്രതിസന്ധികൾ ഇങ്ങനെ കടന്നുകൂടും. ഒന്നിനെ തീർക്കുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവരുടെ ഒരു ആയുർദൈർഘ്യം നമുക്കൊരു സാമാന്യ വീട്ടിലൊരു 80 വയസ്സ് പറയണമെങ്കിൽ ഒരു മധ്യ വയസ്സ് 40 കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലെ ക്രമപ്രകാരമായിട്ടുള്ളൊരു ജീവിത പുരോഗതി വന്നു തുടങ്ങുന്നത്. ചിലർക്ക് ചില പ്രത്യേകത കൊണ്ട് ഒരു 28-29 വയസ്സിലൊക്കെ നല്ലൊരു പുരോഗതി കണ്ടിട്ട് പിന്നെ കുറച്ച് അളന്ന് ഇഴഞ്ഞു പോകും. പിന്നീട് ഒരു മധ്യവയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇവർക്ക് പുരോഗതി ഉണ്ടായി വരിക. കാര്യം ചിട്ടയായിട്ടുള്ളൊരു ജീവിതക്രമമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഈ 40 വയസ്സൊക്കെ കടക്കുമ്പം തന്നെ ഇവരൊരു പ്രത്യേക കരയിൽ എത്തിച്ചേരും. പ്രത്യേക കര എന്ന് ഉദ്ദേശിക്കുന്ന മനസ്സിലാവില്ല, വേറെ ഏതെങ്കിലും ലാൻഡിലോ മറ്റേതെങ്കിലും ലോകത്തോ അല്ല. ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു സേഫ് സോണിലേക്ക് ഇവർ എത്തിച്ചേരും. പിന്നെ അവിടെ നിന്നായിരിക്കും അവരുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വളർച്ച. നിങ്ങളിപ്പം ഒരല്പം പിന്നോട്ടാണ് നിൽക്കുന്നതെങ്കിലും പേടിക്കേണ്ടതില്ല. അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതം ഒരുവിധം ഭേദപ്പെട്ടൊരു നിലയിലേക്ക് എത്തിച്ചേരും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള നെഗറ്റീവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ചെടുക്കണം. കാര്യം പുരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ കുറച്ച് സ്വഭാവ പ്രകൃതമുണ്ട്. പക്ഷേ നമ്മുടെ സമ്പർക്കം കൊണ്ട് ചില സ്വഭാവങ്ങൾ നമ്മുടെ കുടുംബ അന്തരീക്ഷം കൊണ്ടൊക്കെ മാറിപ്പോവും ഇല്ലേ? നമ്മുടെ കുടുംബാന്തരീക്ഷമൊക്കെ ഇതിന് ചില സ്വഭാവത്തിലൊക്കെ മാറ്റം ഉണ്ടാക്കാൻ കാരണമായ സ്ഥാനങ്ങളാണ്. മോശപ്പെട്ട കുടുംബ അന്തരീക്ഷമൊക്കെ അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷമൊക്കെ നമ്മളെ സ്വഭാവത്തിന് വലിയ വ്യത്യാസം ഉണ്ടാക്കിയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അനുവർത്തിക്കൂ, നല്ല നേട്ടം ഉണ്ടായി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുതേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരാനുണ്ട്. അത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് ചെയ്യാം. അത് ഈ സീരീസ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ചാനലിൽ എത്തിച്ചേരാം. അവിടെ ചെന്ന് ഫോളോ എന്ന് പറയുന്ന ഭാഗത്ത് അമർത്തിയാൽ നിങ്ങൾ ആ ചാനലിൽ ആഡാവും. എനിക്ക് നിങ്ങളെ ഡയറക്റ്റായിട്ട് അതിൽ ആഡാക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള ഓപ്ഷൻ വാട്സപ്പ് തന്നിട്ടില്ല. ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താൽ കുറേ ഹൈന്ദവ ആചാര സംബന്ധമായ വിഷയങ്ങൾ, മന്ത്രങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. മാത്രമല്ല ഇപ്പോഴും ജോയിൻ ചെയ്യുന്നവർക്ക് കുറച്ച് കാലത്തേക്ക് കൂടെ ഉള്ളൂ. ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന്, അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ നടക്കുന്ന ചില പൂജാ സവിശേഷതകളിലൊക്കെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. അതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും അതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പിന്നെ ഈ ഹിന്ദു വിഷൻ ചാനൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന പൂജാ പദ്ധതികളിലൊക്കെ പങ്കുകൊള്ളാനുള്ള അവസരമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അഡ്മിൻ അതൊന്ന് നോട്ട് ചെയ്തിട്ട് എനിക്ക് എടുത്തു തരും. ഒരു മാസം നടക്കുന്ന പൂജാ പദ്ധതികളിലെല്ലാം തന്നെ നിങ്ങളെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ, പൂജാ സംബന്ധമായ, ഈ വീടിൻ്റെ ഭവന പൂജകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവയ്ക്കെല്ലാം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്ന നമ്പറാണിത്. പക്ഷെ നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. കാരണം എൻ്റെ പൂജാ തിരക്കുകളായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് വാട്സപ്പ് ഒന്ന് നോക്കി എടുത്ത് മറുപടി കൊടുക്കാൻ എപ്പോഴും പറ്റില്ല. ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട്.
മറുപടി നൽകാറുണ്ട്. പക്ഷേ അത് അഡ്മിൻ എനിക്ക് നോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം തരും. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്ര മഠം RJ അയ്യർ.